ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫാമിലി ലോ അല്ലെ മുസ്ലിം ലോൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോ എന്നത് മുസ്ലിമുകൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള പേഴ്സണൽ ലോ ആണ്. അത് അള്ളാഹ്, ഏഞ്ചൽ ജിബ്രീൽ വഴി പ്രോഫറ്റ് മുഹമ്മദ് നബിക്ക് കൊടുത്ത ഡിവൈൻ റിവലേഷൻ അടിസ്ഥാനത്തിലാക്കിയിട്ടുള്ള നിയമമാണ്. അതായത് മുസ്ലിം ലോ എന്നത് മുസ്ലിമുകൾക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള പേഴ്സണൽ ലോയാണ്. പിന്നെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അള്ളാഹ്, ഏഞ്ചൽ ഗബ്രിയേൽ വഴി പ്രോഫറ്റ് മുഹമ്മദ് നബിക്ക് കൊടുത്ത ഡിവൈൻ റിവീലേഷനാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമമാണിത്. ഇത് മെയിൻലി ഡീൽ ചെയ്യുന്ന മാരേജ്, ഡിവോഴ്സ്, മെയിൻ്റെനൻസ്, സസഷൻ, ഇൻഹെറിറ്റൻസ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ഇതിനൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് 570 AD തുടങ്ങി AH 1 to AH 11 വരെയാണ്. ഇതിൽ പ്രോഫറ്റ് മുഹമ്മദ് 570 AD ജനിച്ചു. 40 വയസ്സായപ്പോൾ അള്ളാഹ് ഫസ്റ്റ് റെവലേഷൻ നൽകി. നബിയുടെ ജീവിതത്തിൻ്റെ അവസാന 10 വർഷങ്ങളിൽ ഖുർആൻ പൂർണ്ണമായി റിവീൽ ചെയ്തു. ഈ കാലത്ത് തൻ്റെ അഹാദിസ്, അതായത് നബിയുടെ വചനങ്ങളും പ്രവർത്തികളും ഉണ്ടായെന്നാണ് ഫസ്റ്റ് പീരീഡിൽ പറയുന്നത്. രണ്ടാമത്തെ പീരീഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദ് മരിച്ചതിന് ശേഷം അബൂബക്കർ ഫസ്റ്റ് ഖലീഫായി. പിന്നെ ഖലീഫ് ഒസ്മാനിൻ്റെ കാലത്ത് ഖുർആൻ ഒഫീഷ്യലായി കമ്പൈൽ ചെയ്തു. അതായത് പ്രോഫറ്റ് മുഹമ്മദ് മരിച്ചതിന് ശേഷമാണ് അബൂബക്കർ ഫസ്റ്റ് കാലിഫായത്. പിന്നെ കാലിഫ് ഒസ്മാനിൻ്റെ കാലത്ത് ഖുർആൻ ഒഫീഷ്യലായിട്ട് കമ്പൈൽ ചെയ്തു. ഇനി മൂന്നാമത്തെയാണ് തേർഡ് പീരീഡ്. സെക്കൻഡ് പീരീഡിലാണ് അബൂബക്കർ വന്ന്. തേർഡ് പീരീഡിൽ പറയുന്നത് അലി മരിച്ചതിന് ശേഷം മുസ്ലിമുകൾ സുന്നിയും ഷിയയുമായി പിരിഞ്ഞു. അതിനുശേഷം വിവിധ സ്കൂൾസ് ഓഫ് മുസ്ലിം ലോ ഡെവലപ്പ് ചെയ്തു. അതായത് അലി മരിച്ചതിന് ശേഷം മുസ്ലിമുകൾ സുന്നിയും ഷിയയുമായിട്ട് പിരിഞ്ഞു. അതിനുശേഷം വിവിധ സ്കൂളുകൾ ആയിട്ട് മുസ്ലിം ലോ ഡെവലപ്പ് ചെയ്തു എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് ഫോർത്ത് പീരീഡ്. അതായത് 962 AD പറയുന്നതാണ്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 962 AD പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരീഡിൽ മുസ്ലിം ജൂറിസ്റ്റ് മുസ്ലിം ലോ ഡെവലപ്പ് ചെയ്തു. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിജിറ്റിഹാഡ്, അതായത് ഇൻഡിപെൻഡൻസിലോട് ലീഗൽ റീസണിങ്, സ്വാതന്ത്ര്യമായ ലീഗൽ റീസണിങ് ആണ്. പിന്നെ തക്ലിഡ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിയമങ്ങളെ ഫോളോ ചെയ്യും. അപ്പം 2 എണ്ണമാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ലിജിറ്റിഹാഡ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമായിട്ടുള്ള ലീഗൽ റീസണിങ്ങിലൂടെയും, പിന്നെ താക്ലീഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെയാണ് നിയമങ്ങളാണ് ഫോളോ ചെയ്തത്. പിന്നെ ഫിഫ്ത്ത് പീരീഡിനകത്ത് പറയുന്നത് ബ്രിട്ടീഷ് റൂള് വന്നപ്പോൾ ജൂറിസ്ഡിക്ഷന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. പാർലമെൻറ്റ് ലോസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആക്റ്റ് ആയിട്ടുള്ള മുസ്ലിം പേഴ്സണൽ ലോ ഷാരിയറ്റ് ആപ്ലിക്കേഷൻ ആക്ട് 1937 പിന്നെ ഡിസ്റ്റിറ്റ്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939. ഇങ്ങനെ 2 ലോസാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് പാർലമെൻറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്താണ് ഇതാണ് ടോട്ടൽ ഒരു മുസ്ലിം ലോയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെ ഉണ്ടായെന്ന്. ഇനി കൺസെപ്റ്റ് ഓഫ് ഇക്വിറ്റി, ജസ്റ്റിസ് ആൻഡ് ഗുഡ് കൺസേൺസ്. മുസ്ലിം ലോയിൽ ജസ്റ്റിസ്, ഫെയർനെസ്, ഇക്വിറ്റി ഇവയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ ഇസ്തിഹാസൻ എന്ന് പറയുന്നു. ഇസ്തിഹാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് ഇക്വിറ്റി എന്നാണ് അർത്ഥം. അടുത്താണ് പ്രൈമറി സോഴ്സ് ഓഫ് മുസ്ലിം ലോ. മുസ്ലിം ലോയിൽ ഖുർആൻ, ഖിയാസ്, സുന്നി, പിന്നെ ഖിയാസ്, ഇജ്മ, ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാണ് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനാണ് മുസ്ലിം ലോൻ്റെ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. അള്ളാഹ് ഏഞ്ചൽ ഗബ്രിയേൽ വഴി റിവീൽ ചെയ്താണ്. ഖുർആനിൽ 114 സുറാസും
പിന്നെ 6666 അയാഡ്സും അപ്രോക്സിമേറ്റ്ലി 27,934 വേർഡ്സും ഉണ്ട്. പിന്നെ പറയുന്നത് മാരേജ്, പ്രോപ്പർട്ടി, ഇൻഹെറിറ്റൻസ് തുടങ്ങിയ റൂൾസ് ഇതിലുണ്ടെന്നാണ്. ഇത് സുപ്രീം അതോറിറ്റി ആണെന്നാണ് പറയുന്നത്. ഇതിൽ കേസാണ് അഗ മുഹമ്മദ് ജാഫർ വേഴ്സസ് കുൽസും ബീബി. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ ഇസ്ലാമിക് ലീഗൽ ടെക്സ്റ്റ് പ്രകാരം ഇൻറപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ സുന്ന അല്ലെങ്കിൽ ഹാദിസിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ന മുസ്ലിം ലോയിൻ്റെ സെക്കൻഡ് സോഴ്സാണ്. സുന്ന എന്ന ട്രോഡൻ പാത്ത് എന്ന് പറയും. അതിൽ ഉൾപ്പെടുന്നതാണ് നബിയുടെ വേർഡ്സ്, നബിയുടെ ആക്ഷൻ, നബിയുടെ സൈലൻറ്റ് അപ്രൂവൽ. അതായത് സുന്നത്ത് അൽ ഖ്വൽ വേർഡ്സ്, സുന്നത്ത് അൽ ഫെയിൽ ആക്ഷൻസ്, പിന്നെ സുന്നത്ത് അൽ തക്കീർ സൈലൻറ്റ് അപ്രൂവൽ. ഹാദിസ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്താവൈത്തർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യരുതെന്നും, പിന്നെ മഷൂർ മെജോറിറ്റി അക്സെപ്റ്റ് ചെയ്യരുത്, പിന്നെ വാഹിദ് ഇൻഡിവിജ്വൽ നറേഷൻ, ഇങ്ങനെയുള്ള കാറ്റഗറീസാണ്. ഹാദിസിൽ ക്ലാസ്സിഫൈഡ് മുത്താവത്തിർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത്, പിന്നെ മഷൂർ മെജോറിറ്റി അക്സെപ്റ്റ് ചെയ്ത്, വാഹിദ് ഇൻഡിവിജ്വൽ നറേഷൻ. ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നത്ത് അൽ ഖോൾ വേർഡ്സ്, സുന്നത്ത് അൽ ഫെയിൽ ആക്ഷൻ, സുന്നത്ത് അൽ തക്കീർ സൈലൻറ്റ് അപ്രൂവൽ. അടുത്താണ് ഇജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ജൂറിസ്റ്റ് കോമൺ ഒപ്പീനിയനാണ്. ഇജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ജൂറിസ്റ്റിൻ്റെ കോമൺ ഒപ്പീനിയനാണ്. ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നതാണ് മുജാദിസാണ്. പിന്നെ മുസ്താഹിസാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. പിന്നെ ടൈപ്സാണ് കമ്പാനിയൻസിൻ്റെ ഇജ്മ, ജൂറിസ്റ്റിൻ്റെ ഇജ്മ, പീപ്പിൾസ് ഇജ്മ. ലീസ്റ്റ് വാല്യൂ ആണ് പീപ്പിൾസ് ഇജ്മ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സാണ് കമ്പാനിയൻസ് ഇജ്മ, ജൂറിസ്റ്റ് ഇജ്മ, പീപ്പിൾസ് ഇജ്മ. പിന്നെ കിയാസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കിയാസ് എന്ന് പറഞ്ഞ അനോളജിയാണ്. ഖുറാൻ, സുന്ന, ഇജ്മ ഇവിടെ ആൻസർ ഇല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോ സിമിലർ കേസിൽ അപ്ലൈ ചെയ്യുന്നു. ഇത് ഫോർത്ത് സോഴ്സ് ആണെന്ന് പറയുന്നു. ഇനി സെക്കൻഡറി സോഴ്സ് ഓഫ് മുസ്ലിം ലോയിലെ സെക്കൻഡറി സോഴ്സാണ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ് മുസ്ലിം പേഴ്സണൽ ലോ, ഷാരിയറ്റ് ആപ്ലിക്കേഷൻ ആക്ട് 1937, ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939. ഇതിൽ ജുഡീഷ്യൽ ഡിസിഷനിൽ പറയുന്നത് കോർട്ട് മുസ്ലിം ലോനെ ഇൻറപ്റ്റ് ചെയ്യുന്നു. അവർ സ്റ്റേറ്റ് ഡിസിഷൻസ് പ്രസിഡൻറ്റ് ഫോളോ ചെയ്യുന്നു. പിന്നെ മൂന്നാമത്താണ് കസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് കസ്റ്റംസ് ആവാൻ റെഗുലേറ്റായി ഫോളോ ചെയ്യണം, റീസണബിൾ ആയിരിക്കണം, ജനറലി ആപ്ലിക്കബിൾ ആയിരിക്കണം, ഖുറാനും സുന്നയ്ക്കും ഓപ്പോസിറ്റ് ആകരുത്, ആൻഷ്യൻ്റ് ആയിരിക്കണം എന്നില്ല. ഇനി ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ആണ് ചാന്ദ് പട്ടേൽ വേഴ്സസ് ബിസ്മില്ല ബീഗം. അതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൈഫ് ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ സിസ്റ്ററിനെ വിവാഹം കഴിക്കരുത്, ഇറഗുലർ മാരേജ് ഫാസിഡ് ആണ്, വോയിഡ് ബാറ്റിൽ അല്ല, കോർട്ട് മെയിൻ്റെനൻസ് നൽകാൻ ഓർഡർ ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത കേസാണ് ഷൈറ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ട് പറഞ്ഞ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇത് ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി വയലേറ്റ് ചെയ്യുന്നു. അതായത് ഇത് ഷൈറ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇത് ലീഡിങ് കേസാണ്. ഇതിൽ പറയുന്നത് സുപ്രീം കോർട്ട് ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് പറയുന്നത്. കാരണം ഇത് ആർട്ടിക്കിൾ 40 ഇക്വാലിറ്റീനെ വയലേറ്റ് ചെയ്യുന്നു. അടുത്താണ് മുഹമ്മദ് അഹമ്മദ് വേഴ്സസ് ഷഹബാനോ ബീഗം. ബീഗത്തിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് ഡിവോഴ്സായ മുസ്ലിംസ് വുമൻസിന് സെക്യുലർ ലോ പ്രകാരം മെയിൻ്റെനൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. സുപ്രീം കോർട്ട് പറഞ്ഞു ഡിവോഴ്സായ മുസ്ലിം വുമണിന് ഒരു സെക്യുലർ ലോ പ്രകാരം മെയിൻ്റെനൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മീനിങ് ഓഫ് മുസ്ലിം ലോ എഴുതി വെക്കണം. പിന്നെ ഡെവലപ്പിംഗ് ഓഫ് മുസ്ലിം ലോയെ 5 പീരീഡ് ഉണ്ട്.
അത് പിന്നെ കൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി ഇസ്തിഹാസൻ, പിന്നെ പ്രൈമറി സോഴ്സ് ഖുറാൻ, സുന്ന, ഇജ്മ, കിയാസ്, സെക്കൻഡറി ലോസ്, ലെജിസ്ലേഷൻ, ജുഡീഷ്യൽ ഡിസിഷൻ, കസ്റ്റംസ്. ഇത്രയേ ഉള്ളൂ മുസ്ലിം ലോ. ഇനി അടുത്താണ് യൂണിഫോം ഓഫ് സിവിൽ കോഡ്. യൂണിഫോം ഓഫ് സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ UCC. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് യൂണിഫോം ഓഫ് സിവിൽ കോഡ് എന്നത് മതം നോക്കാതെ എല്ലാ ഇന്ത്യൻ സിറ്റിസനും ഒരുപോലെ അപ്ലൈ ചെയ്യുന്ന കോമൺ പേഴ്സണൽ ലോയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ മതങ്ങളെ സ്വന്തം പേഴ്സണൽ ലോസ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് ഒക്കെ തുടങ്ങിയ മതങ്ങൾക്ക് സ്വന്തം പേഴ്സണൽ ലോസ് ഉണ്ട്. അപ്പോൾ ഈ ലോസ് മെയിൻലി ഡീൽ ചെയ്യുന്നത് മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ ഇങ്ങനെ 4 കാറ്റഗറീസിലാണ്. പിന്നെ UCC എന്ന കൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 44 പറയുന്നതാണ്. ആർട്ടിക്കിൾ 44 ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആണ്. ഇത് സ്റ്റേറ്റിന് എല്ലാ സിറ്റിസൺസിനും ഒരു കോമൺ സിവിൽ ലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ഇനി ഡിഫറെൻറ്റ് പേഴ്സണൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡിഫറെൻറ്റ് പേഴ്സണൽ ലോയിൽ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഓരോ മതങ്ങൾക്കും ഡിഫറെൻറ്റ് പേഴ്സണൽ ലോസ് ഫോളോ ചെയ്യുന്നു. ഉദാഹരണം ഹിന്ദു ലോ, മുസ്ലിം ലോ, ക്രിസ്ത്യൻ ലോ. ഈ ഡിഫറെൻറ്റ് ലോസ് കാരണം ലീഗൽ റൈറ്റ്സിലെ ഡിഫറൻസ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് വുമൻസിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഇന്നിക്വാളിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് UCC അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് UCCയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക, നാഷണൽ ഇൻറ്റിഗ്രേഷൻ സ്ട്രെങ്തൻ ചെയ്യുക, നാഷണൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക, പേഴ്സണൽ മാറ്റേഴ്സും ഒക്കെ എല്ലാ സിറ്റിസൻസിന് ഒരുപോലെ ലീഗൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാൻ എന്ന് UCCയുടെ ലക്ഷ്യം. UCC റിലീജിയൻ ബിലീഫ് ചെയ്യുന്നത് ഇത് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല, റിലീജിയനിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഇത് റെഗുലേറ്റ് ചെയ്യുന്നതിൽ സിവിൽ മാറ്റേഴ്സ് മാത്രം ആണ്. മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ് പോലെ ഉള്ളവയിലാണ് UCC ഉള്ളത്. പിന്നെ അടുത്താണ് ഇഷ്യൂ ആൻഡ് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മൾട്ടി റിലീജിയസും മൾട്ടി കൾച്ചറൽസും ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് UCC ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ചിലർ ഭയപ്പെടുന്നത് ഒരു കോമൺ ലോ വന്നാൽ റിലീജിയൻ ഫ്രീഡം എഫക്റ്റ് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് എല്ലാ കമ്മ്യൂണിറ്റീസുടെയും ഫീലിങ്സ് റെസ്പെക്റ്റ് ചെയ്ത് കെയർഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ലീഡിങ് കേസുകളാണ് സർല മുത്കൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർല മുത്കൽ യൂണിയൻ ഓഫ് ഇന്ത്യ UCCനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. സുപ്രീം കോർട്ട് യൂണിഫോം സിവിൽ കോഡിൻ്റെ നെസസിറ്റി എംഫസൈസ് ചെയ്തു. കോർട്ട് പറഞ്ഞു ഡിഫറെൻറ്റ് പേഴ്സണൽ ലോസ് കാരണം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതും ഇന്നിക്വാലിറ്റി ഉണ്ടാകുന്നതും UCC വന്നാൽ നാഷണൽ യൂണിറ്റി, ജെൻഡർ ജസ്റ്റിസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുമെന്ന് കോർട്ട് ഒബ്സർവ് ചെയ്തു. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസെപ്റ്റാണ്. ഇതിൻ്റെ എയിം പേഴ്സണൽ ലോയിൽ ഇക്വാലിറ്റി, ജസ്റ്റിസ് ഉറപ്പിക്കുന്നത് എന്നാണ്. ഇന്ത്യയിൽ ഇതുവരെ ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ആർട്ടിക്കിൾ 44 പ്രകാരം ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗോളാണ്. UCC ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റിലീജിയൻ ഡൈവേഴ്സിറ്റി റെസ്പെക്റ്റ് ചെയ്ത് ബാലൻസ് അപ്രോച്ച് വേണം. പിന്നെ പറയുന്നത് ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത UCC കൂടുതൽ ജസ്റ്റിസും ഈക്വലായിട്ടും യുണൈറ്റഡ് ആയിട്ടും സൊസൈറ്റി ഉണ്ടാകുമെന്ന് സഹായിക്കുമെന്ന് ഇതിൽ പറയുന്നു. അടുത്ത ടോപ്പിക്കാണ് റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർഡിയൻ അണ്ടർ ഹിന്ദു ലോയിലെ റൈറ്റ്സ്, ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാർഡിയൻ. അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് ഹിന്ദു ലോയിലെ ഗാർഡിയൻഷിപ്പ് എന്നാൽ 18 വയസ്സ് താഴെയുള്ള മൈനർ ചൈൽഡിനെ സംരക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ലീഗൽ സിസ്റ്റമാണ്. ഗാർഡിയൻ എന്നാൽ കുട്ടിയുടെ കെയർ, കസ്റ്റഡി, എഡ്യൂക്കേഷൻ, പ്രോപ്പർട്ടി എന്നിവയുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയാണ്. ഗാർഡിയൻഷിപ്പ് മെയിൻലി ഗവൺ ചെയ്യുന്നതാണ് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് 1956, ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് 1819. ഈ ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് സെക്ഷൻ 30 ആണ്. സെക്ഷൻ 13 പറയുന്നത്
30 പറയുന്നത് വെൽഫെയർ ഓഫ് ദ മൈനർ ആണ്. പിന്നെ പാര എമൗണ്ട് കൺസിഡറേഷൻ, അതായത് കുട്ടിയുടെ ക്ഷേമം ആണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. ഹിന്ദു ലോയിൽ 3 ടൈപ്സ് ഓഫ് ഗാർഡിയൻസ് ആണ്: നാച്ചുറൽ ഗാർഡിയൻ, ടെസ്റ്റ്മെൻ്ററി ഗാർഡിയൻ, കോർട്ട് അപ്പോയിൻറ്റഡ് ഗാർഡിയൻ. നാച്ചുറൽ ഗാർഡിയൻ സെക്ഷൻ 6, 8, 13 ഹിന്ദു മൈനോറിറ്റി ഗാർഡിയൻ ആക്ട് മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻ ആക്ടിലാണ് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗാർഡിയൻ എന്നാൽ ജന്മം ബന്ധം കൊണ്ട് ഗാർഡിയൻ ആകുന്ന വ്യക്തിയാണ്. സെക്ഷൻ 6 ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് പ്രകാരം ലെജിറ്റിമേറ്റ് ചൈൽഡിന് ആദ്യം ഫാദർ പിന്നെ മദർ നാച്ചുറൽ ഗാർഡിയൻ ആണ്. ഇല്ലിജിറ്റിമേറ്റ് ചൈൽഡിന് ആദ്യം മദർ പിന്നെ ഫാദറാണ്. മുൻപ് മൈനർ മാരിഡ് ഗേളിന് ഹസ്ബൻഡ് ഗാർഡിയനായി കണക്കാക്കിയിരുന്നു. പിന്നെ പറയണത് ഇതിൻ്റെ റൈറ്റ്സ് ആണ്. ഇതിൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്സ് സെക്ഷൻ 8 പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതും ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലാണ് പറയുന്നത്. നാച്ചുറൽ ഗാർഡിയൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കാം. പിന്നെ എഡ്യൂക്കേഷൻ, റിലീജിയൻ, അപ്ബ്രിങ്ങിങ് ഡിസൈഡ് ചെയ്യാം. കോർട്ടിൽ മൈനറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. മൈനറിൻ്റെ മൂവബിൾ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാം. ഇൻകം, റെൻറ്റ്, പ്രോഫിറ്റ് കളക്ട് ഇതൊക്കെ ചെയ്യാം. പിന്നെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇതെല്ലാം റൈറ്റ്സും സെക്ഷൻ 13 സബ്ജക്റ്റാണ്. അതായത് കുട്ടിയുടെ വെൽഫെയറിന് ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗാർഡിയൻ എപ്പോഴും കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കണം. എഡ്യൂക്കേഷൻ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നൽകണം. പ്രോപ്പർട്ടി കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യണം. പിന്നെ പ്രോപ്പർട്ടി മിസ്യൂസ് ചെയ്യരുത്. സ്വന്തം ഇൻട്രസ്റ്റിന് വേണ്ടി ആക്ട് ചെയ്യരുത്. ആവശ്യമുണ്ടെങ്കിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ റെസ്ട്രിക്ഷനാണ് 8 Clause 2. 8 Clause 2 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് പെർമിഷൻ ഇല്ലാതെ നാച്ചുറൽ ഗാർഡിയന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല, മോർട്ടേജ് ചെയ്യാൻ പറ്റില്ല, ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, 5 വർഷത്തിന് കൂടുതൽ ലീസ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മേജർ ആയതിനു ശേഷം 1 വർഷത്തിനപ്പുറം ലീസ് നീട്ടാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്താൽ അത് മൈനറിൻ്റെ ഓപ്ഷനിൽ വോയിഡബിൾ ആണെന്നാണ് പറയുന്നത്. അടുത്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗാർഡിയൻ പൊസിഷൻ നഷ്ടപ്പെടും. വേറെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത അല്ലെങ്കിൽ റിനൗൺസ് ചെയ്ത സന്യാസിയോ യാട്ടിയായി സന്യാസം സ്വീകരിച്ചാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അടുത്താണ് രണ്ടാമത്തെ ഗാർഡിയൻഷിപ്പാണ് ടെസ്റ്റിമെൻ്ററി ഗാർഡിയൻ സെക്ഷൻ 9 ആണ്. പിന്നെ ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലാണ് പറയുന്നത്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിമെൻ്ററി ഗാർഡിയൻ എന്നാൽ വാലിഡ് വില്ല് വഴി പാരൻ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗാർഡിയനാണ്. പിന്നെ ഇത് പാരൻ്റ് മരിച്ചതിന് ശേഷം മാത്രം എഫക്റ്റിൽ വരും. ഗാർഡിയനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പേഴ്സണിന് പ്രോപ്പർട്ടീൻ്റെ അല്ലെങ്കിൽ റൈറ്റ്സിന്. ഇതിൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിമെൻ്ററി ഗാർഡിയന് കസ്റ്റഡി എടുക്കാം, പിന്നെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാം, കോർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യാം, വില്ലിൽ കൊടുത്തിട്ടുള്ള പവേഴ്സ് മാത്രം യൂസ് ചെയ്യാം. അടുത്ത ഒബ്ലിഗേഷൻസ് ആണ് പറയുന്നത്. ഒബ്ലിഗേഷൻസിൽ പറയുന്നത് ടെസ്റ്റിമെൻ്ററി ഗാർഡിയൻ വില്ല് ഫോളോ ചെയ്യണം, കുട്ടിയുടെ വെൽഫെയർ നോക്കണം, പ്രോപ്പർട്ടി ഹോണസ്റ്റ്ലി മാനേജ് ചെയ്യണം, പേഴ്സൺ യൂസിൽ പ്രോപ്പർട്ടി ഉപയോഗിക്കണം, വില്ലിൽ കൊടുത്ത പവർ എക്സീഡ് ചെയ്യരുത്. ഡിസ്ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ഗാർഡിയനെ റിമൂവ് ചെയ്യാം, ഹിന്ദു അല്ലാതെ ആയാൽ, ഇൻസോൾവെൻ്റ് ആയാൽ, പ്രോപ്പർട്ടി മിസ്യൂസ് ചെയ്താൽ, കുട്ടിയുടെ വെൽഫെയറിനെതിരെ പ്രവർത്തിച്ചാൽ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അടുത്തതാണ് മൂന്നാമത്തെ ഗാർഡിയൻ, കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് 1890 ആണ്. ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കോർട്ട് ഗാർഡിയൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ഗാർഡിയൻ അല്ലെങ്കിൽ ടെസ്റ്റിമെൻ്ററി ഗാർഡിയൻ ഇല്ലെങ്കിൽ കുട്ടിയുടെ വെൽഫെയറിന് ഇത് ആവശ്യമാണെങ്കിൽ ഈ 3 റീസൺസിലായിരിക്കും കോർട്ട് ഗാർഡിയൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്തത് ആളുടെ റൈറ്റ്സ് കസ്റ്റഡി എടുക്കാം, പിന്നെ കോർട്ട് സൂപ്പർവിഷനിൽ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാം, പിന്നെ കേസ് ഫയൽ ചെയ്യാം, മെയിൻ്റെനൻസ് അലവൻസ് റിസീവ് ചെയ്യാം, കോർട്ട് അലോ ചെയ്ത ലിമിറ്റ്സിൽ മാത്രം പ്രവർത്തിക്കാം. പിന്നെയാണ് ഒബ്ലിഗേഷൻ പറയുന്നത്. ഒബ്ലിഗേഷനിൽ പറയുന്നത് കോർട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഗാർഡിയൻ എപ്പോഴും
കുട്ടിയുടെ വെൽഫെയർ നോക്കണം, കോർട്ട് ഡയറക്ഷൻസ് ഫോളോ ചെയ്യണം, പ്രോപ്പർട്ടി കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യണം, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ഹോണസ്റ്റ്ലി ആയിട്ട് പ്രവർത്തിക്കണം. അടുത്താണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആൻഡ് റിമൂവൽ. അതായത് ഇതിൽ കോർട്ടിന് റിമൂവ് ചെയ്യാം, ട്രസ്റ്റ് അബ്യൂസ് ചെയ്താൽ, പ്രോപ്പർട്ടി മിസ്യൂസ് ചെയ്താൽ, പിന്നെ ഇൻസോൾവൻ്റ് ആയാൽ, കോർട്ട് ഓർഡർ ഫോളോ ചെയ്തിരുന്നാൽ, കുട്ടിയുടെ വെൽഫെയറിനെ എതിരെ പ്രവർത്തിച്ച ഇതൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കാരണമായിരിക്കും. ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ് ആണ് ഗീത ഹരിഹരൻ വെസസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൽ സുപ്രീം കോർട്ട് പറഞ്ഞു സെക്ഷൻ 6 ഉള്ള ആഫ്റ്റർ എന്ന വേർഡ് ഫാദർ മരിച്ചതിന് ശേഷം മാത്രം എന്നല്ല അർത്ഥം. ഫാദർ അല്ലെങ്കിൽ ചൈൽഡിനെ നോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ മദറിനും നാച്ചുറൽ ഗാർഡിയൻ ആകാം. ഈ ജഡ്ജ്മെൻറ്റ് ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്തു. പിന്നെ ജാജാബായി വേഴ്സസ് പത്തൻ ഖാൻ, അതിൽ പറയുന്ന സുപ്രീം കോർട്ട് പറഞ്ഞു കുട്ടിയുടെ വെൽഫെയർ ആണ് ഏറ്റവും വലിയ കൺസിഡറേഷൻ. ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിലും അത് കുട്ടിയുടെ നല്ലതിനല്ലെങ്കിൽ കോർട്ട് കസ്റ്റഡി നിഷേധിക്കാം. പിന്നെ പറയുന്നതാണ് രമേശ് വേഴ്സസ് ലക്ഷ്മിബായി. അതിൽ കോർട്ട് പെർമിഷൻ ഇല്ലാതെ നാച്ചുറൽ ഗാർഡിയൻസിന് മൈനറിൻ്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് മൈനറിൻ്റെ ഇൻട്രസ്റ്റിന് എതിരായി കൊണ്ട് വാല്യൂ പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹിന്ദു ലോയിൽ 3 ടൈപ്പ് ഓഫ് ഗാർഡിയൻസ് ആണ് ഉള്ളത്. നാച്ചുറൽ ഗാർഡിയൻ, ടെസ്റ്റമെൻ്ററി ഗാർഡിയൻ, കോർട്ട് അപ്പോയിൻറ്റഡ് ഗാർഡിയൻ. ഓരോ ഗാർഡിയനും വ്യത്യസ്ത റൈറ്റ്, ഡ്യൂട്ടീസ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഹിന്ദു മൈനോറിറ്റി ഗാർഡിയൻഷിപ്പ് ആക്ട് സെക്ഷൻ 30 പ്രകാരം കുട്ടിയുടെ വെൽഫെയർ ആണ് ഏറ്റവും പ്രധാനമായത്. സുപ്രീം അല്ലെങ്കിൽ പാരാമൗണ്ട് കൺസിഡറേഷൻ വേണം. അതുകൊണ്ട് ഹിന്ദു ഗാർഡിയൻഷിപ്പ് ലോയിലാണ് ഒരു ചൈൽഡ് സെൻട്രിക് ലോ ആണിത്. ഇത് മൈനറിൻ്റെ വെൽഫെയർ, സേഫ്റ്റി, എഡ്യൂക്കേഷൻ, പ്രോപ്പർട്ടി, സമഗ്ര വികാസം പിന്നെ എന്നിവയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമമാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു.